രാജസ്ഥാൻ ഡൽഹി മാച്ച് ഡൽഹി വലിയൊരു ടോട്ടലായിരുന്നു മുമ്പിൽ വെച്ചത്. പക്ഷേ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു ടോട്ടലൊക്കെ അനായാസം രാജസ്ഥാൻ മറികടക്കുമെന്ന്. സഞ്ജു 86 റൺസ് നിൽക്കുമ്പോൾ മുകേഷ് കുമാറിൻ്റെ ബോളിൽ അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. ആ ഒരു ക്യാച്ച് പിടിക്കുന്നത് ഷായ് ഹോപ്പാണ്. പക്ഷേ ഷായ് ഹോപ്പ് പിടിച്ച ആ ഒരു ക്യാച്ച് ബൗണ്ടറി ലൈനിൽ തട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അത് ശരിക്കും അതൊരു 6 ആയിരുന്നു, അതോ സഞ്ജു ഔട്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ആംഗിളും തേർഡ് അമ്പയർ നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു ആംഗിൾ മാത്രം നോക്കിയിട്ട് അത് ഔട്ടാന്ന് വിധിക്കുകയായിരുന്നു. സോ അത് തേർഡ് അമ്പയർ കാണിച്ച വലിയൊരു തെറ്റായിപ്പോയി. എന്തായാലും എല്ലാ ആംഗിളും നോക്കിയിട്ട് വേണം അത് ഔട്ടാണോ അല്ലയോ എന്ന് വിധിക്കാൻ. ഇപ്പം നമുക്കും അറിയില്ല അത് ഔട്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം, കാരണം ഒരു ആംഗിൾ മാത്രമാണ് നമുക്കും കാണാൻ സാധിച്ചത്. ചിലപ്പോൾ അത് ഔട്ടായിരിക്കാം, 6 ആയിരിക്കാം, പക്ഷേ എല്ലാ ആംഗിളും അവിടെ കാണിക്കണമായിരുന്നു, പക്ഷേ അവിടെ കാണിച്ചില്ല തേർഡ് അമ്പയർ. സോ അത് വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഡിസിഷനിൽ സഞ്ജു അമ്പയറിനോട് ചൂടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, കാരണം സഞ്ജു അങ്ങനെ ചൂടാവാത്തൊരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് വരെ ആ ഒരു ഡിസിഷൻ ഫെയർ അല്ല എന്ന് തോന്നി. സഞ്ജു അവിടെ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മാച്ച് രാജസ്ഥാൻ റോയൽസ് വിജയിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഒരു അൺഫെയർ ഡിസിഷനിലൂടെയാണ് അദ്ദേഹം പുറത്തു പോയെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു ആംഗിൾ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കായിരുന്നു അത് ഔട്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.